ഹലോ. ആ ചേച്ചി. പറയടാ, നീ എവിടെയാ? ഞാനേ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി വന്നാണ്. കൊറേ നാളായിട്ട് വിളിയൊന്നുമില്ലല്ലോ. ഏയ് ഒന്നുമില്ലടാ. എന്തു പറ്റി? അളിയൻ കുടിച്ചിട്ടല്ല പ്രശ്നം ഉണ്ടാക്കിയ? അതിവിടെ സ്ഥിരമുള്ളതല്ലേ, ഇപ്പൊ ശീലായി. എന്റെ പ്രശ്നം അതൊന്നും അല്ലടാ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലായില്ലേ, അമ്മ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല. ആ കൊച്ചിനെങ്കിലും കാണാൻ വരായിരുന്നു. ചേച്ചിയല്ലേ ഞങ്ങളെയൊക്കെ വിട്ടിട്ട് അളിയൻ്റെ കൂടെ പോയത്. പക്ഷേ എനിക്ക് ചേച്ചിയുടെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ടല്ലേ ചേച്ചിനെ വിളിച്ചോണ്ടിരിക്കണത്. പക്ഷേ ചേച്ചിക്ക് അവരുടെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞ്. പിന്നെ അമ്പിളി എന്ത് ചെയ്യും? അവൾ സ്കൂളിൽ പോയി, ഇപ്പൊ വരാറായി. അളിയനാ ഓട്ടം പോയോ? അതേതെങ്കിലും ബീവറേജിന് മുമ്പിൽ കാണും. ചേട്ടാ, ഏറ്റവും കുറഞ്ഞ 1/2 ലിറ്റർ ബ്രാൻഡി. അമ്മ, അച്ഛൻ വന്നു. മിണ്ടല്ലേടി. എവിടെ മുതലിനെ കാണുന്നില്ലല്ലോ. വന്നോ? ഓഹോ, താൻ ഇന്നും മേടിച്ചോണ്ട് വന്നല്ലേ? ഭയങ്കര ശരീരം വേദനാടി, അത് കാരണം ഒരു ചെറുത് മേടിച്ചോണ്ട് വന്നത്. ഇതാണോ തന്റെ ചെറുത്? അത് ചെറുതല്ല, അതിനകത്തുള്ള സാധനമാണ് ചെറുത്. തനിക്ക് ഇന്നലെ എന്തായിരുന്നു? എടി മിനിഞ്ഞാന്നത്തെ ആ ഒരു ബാക്കി ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് ആ ഒരു ക്വാർട്ടർ മേടിച്ച്. അപ്പൊ മിനിഞ്ഞാന്ന് എന്തായിരുന്നു കുഴപ്പം? എടി നിനക്കിപ്പോ എന്താ വേണ്ടത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ലേ? നിനക്കൊക്കെ വല്ല കുറവും വരുത്തുന്നുണ്ട് ഞാനിവിടെ. മനുഷ്യ പണി കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ തലക്ക് സൂര്യൻ തരൂല. ആരാണ്? താൻ കുടിച്ചു കഴിഞ്ഞാ പിന്നെ എന്റെയും കൊച്ചിന്റെ സമാധാനല്ലേ പോകുന്നത്? തനിക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ. ഒന്നുമില്ല, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ലടി, ഞാൻ നോക്കിക്കോളാ. ഇതൊക്കെ തന്നെയല്ലേ എപ്പോഴും പറയുന്നത്? ഇല്ല, ഞാൻ കുറച്ചേ കുടിക്കൂ. ഓ, കുറച്ചു കുടിക്കുന്ന ഒരാളെ ആദ്യം ഇതൊക്കെ തന്നെ പറയും, പിന്നെ ഒന്നും ആയില്ല ആയില്ല എന്ന് പറഞ്ഞ് പിന്നെയും കേട്ടിക്കൊണ്ടിരിക്കും. അവസാനം ലെക്ക് കേട്ട് കഴിയുമ്പോ തുടങ്ങും മറ്റേ മോളെ മറിച്ച മോളെ. എന്റെ മോളെ, എന്താണ്ടി നിന്റെ എന്റെ തലവിധി, അതെന്ത് പറയാനാ? അപ്പം കുടിച്ച് കിടന്ന ഇഴയും. നീരുന്ന് പടി ഓരോ ദിവസം ഇത് തന്നെ അനുഭവിക്കണല്ലോ എനിക്ക്. സമാധാനിപ്പിച്ചിട്ട് വരാം. ജ്യോതിക നീയും വരുന്നുണ്ട് സൂര്യ ഞാനും ചേർന്നിരുന്നാൽ ഓണം. അതെ, ഒരു സിനിമയിലെ ജ്യോതിക സൂര്യക്ക് ചെറുതൊഴിച്ചു കൊടുക്കണ്ട്. നീ ജ്യോതി, നീ ഒഴിച്ച് അന്നില്ലേലും കുഴപ്പമില്ല, സ്വസ്ഥത എന്നാ മതി. പാത്രം തേക്കണ കൈയായി പോയി, അല്ലെങ്കിൽ ഞാൻ വല്ലതും തന്നേനെ. പിന്നെ അതെ, സൂര്യ മാസത്തിലൊരിക്കൽ കുടിക്കണോണ്ടാണ് അവൾ ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലാതെ തന്നെ പോലെ ദിവസവും കുടിക്കാറില്ല. ഒന്നും പറയട്ടായിരുന്നു. അയ്യോ, ഇതെന്ത് ഇത്ര പെട്ടെന്ന് പറ്റായി പോയാ? ഇതൊക്കെ എന്താ എങ്ങനെ ഇരിക്കുന്നത്? ദൈവമേ, പറ്റായി പോയി തോന്നുന്നു.
ദൈവമേ, ഇത്രയും കുടിച്ച? എന്റെ ദൈവമേ, ഇവളിവിടെ ഉണ്ടായിരുന്ന? എടേ, എന്താടി പറ്റിയേ? എന്താന്ന്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഏടി, അതിനിപ്പോ എന്താ പറ്റിയേ? ഞാൻ ഇന്നലെ അടിച്ചിത്തിരി ഓവറായിപ്പോയി. ഞാൻ ഭക്ഷണം കഴിച്ച് ഇവിടെ തന്നെ കിടന്നല്ല. പിന്നെന്താ പ്രശ്നം? ഇതിക്കുള്ളിൽ എന്ത് സംഭവിക്കാനാ? അതിന് മാത്രം ഇന്നലെ ചെയ്തു കൂട്ടിയില്ലേ? ഈ പരിസരത്തുള്ള എല്ലാരും അറിഞ്ഞു. ഇനി പുറത്ത് തല കാണിക്കാൻ പറ്റില്ല. അതിന് മാത്രം തെറിയതാ പൊളിച്ചു കയറിയത്. ഒന്ന് കേക്കോ? എന്താ, അടിച്ചുപോയി, അത്രയല്ലേ ഉള്ളൂ. പിന്നെന്താ? ഇക്കണക്കിന് എന്നെയും കുഞ്ഞിനെയും കൊന്നു കളഞ്ഞിട്ടും താൻ ഇത് തന്നെ പറയുമല്ലോ. എനിക്ക് മടുത്തു. കഷ്ടമാണിത്. ഓർമ്മയില്ല ഇന്നലെ എന്ത് പാലിയാണാവോ. എന്തൊരു കഷ്ടമാണ് നോക്കിയത്. എങ്ങനെയാ ഓട്ടം പോയത്? ഒരു ചെറിയ 20 രൂപന്റെ ഓട്ടം. കിടക്കണ കിടപ്പ് കണ്ടില്ല, ഇപ്പൊ കിട്ടിയത് നീക്കാം. തന്റെ അളിയനല്ലേ നിൽക്കണത്? ആണോ? ആഹാ, അളിയൻ തന്നെയുള്ളത്. വിളിയടോ. ആ അളിയാ, സുഖല്ലേ? തള്ളത്തേക്ക് അറിയിക്കാം. അത് ശരി. അതെ അളിയാ, അളിയനെ ഞാൻ കാണാൻ നിൽക്കണായിരുന്നു. അളിയൻ വലിയ മെഡിക്കൽ കൊള്ളാണ്ടൊക്കെ അല്ലേ? ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. പറ. അത് ഈയിടായിട്ട് 2-3 അടിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു കപ്പാസിറ്റി ഇല്ല. ഓ, ഒരു ഒരു കാര്യവും ഓർമ്മയില്ല. ഷോ, എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണ്? വല്ല മരുന്നും കഴിച്ചാൽ മാറും അത്? അതിന് വേറെ മരുന്ന് കഴിക്കണതിനാ? അളിയനിപ്പൊ കഴിച്ചുകൊണ്ടിരിക്കണ മരുന്നില്ലേ, അതങ്ങോട്ട് നിർത്തിയാ മതി, എല്ലാം ശരിയാവും. എന്റെ അളിയാ, നമ്മൾ ഈ ഓവറായിട്ട് കഴിക്കുമ്പോണ്ടല്ല, നമ്മുടെ ഈ കിഡ്നി ലിവറൊക്കെ ഡാമേജ് ആയിട്ട് പോകും. ഈ 5 എണ്ണം കഴിച്ചുകൊണ്ടിരുന്നവന്റെയൊക്കെ കപ്പാസിറ്റി കുറഞ്ഞ് കുറഞ്ഞ് അത് 4 ആകും, 3 ആകും, 2 ആകും, 1 ആകും. പിന്നെ കഴിക്കാൻ അളിയൻ തന്നെ ഇല്ലാണ്ടാവും. അയ്യോ, അളിയൊരു കാര്യം ചെയ്യും, നമ്മുടെ പ്രമോട്ട് ഡോക്ടർ പുള്ളിനൊന്ന് പോയി കാണേ, കണ്ടേയും അറിയാൻ പറ്റും കിഡ്നി ലിവറൊക്കെ അവിടെ തന്നെ ഉണ്ടാകും. ഒരു കാര്യം ചെയ്യും, ഞാൻ വിളിച്ചുതരാം, പുള്ളി ഇപ്പൊ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അതെ അളെ കിഡ്നി ലിവറൊക്കെ. അയ്യോ, പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? ഈ കിഡ്നി ലിവറൊക്കെ അടിച്ച് പോയിട്ടുണ്ടാവോ? അങ്ങനെ വരാൻ വഴിയില്ല. അത് ഞാൻ ചില പക്ഷെ ഈ ഓർമ്മയില്ലാണ്ടാവുന്നത് എന്താണാവോ? എന്തായാലും ഒന്ന് അറിഞ്ഞിട്ട് തന്നെ. താൻ വീണ്ടും തുടങ്ങിയല്ലേ? പറഞ്ഞ് 2 ദിവസത്തേക്കില്ല. തനിക്കെന്താടോ അന്ന് നടന്നൊന്നും മനസ്സിലായില്ല? മനസ്സിലായില്ല, അത് നോക്കാൻ വേണ്ടി തന്നെ അന്ന് മേടിച്ചു. താൻ കൊറേ നോക്കും. ഞാനും കുഞ്ഞും ഇല്ലാണ്ടാവുമ്പോഴേ താൻ പഠിക്കൂ. ജോ, അമ്മേ, എനിക്കമ്മേ, അമ്മ കരയില്ലമ്മേ. എന്താടി പറ്റിയേ? എന്താടി ജോ, എന്താടി മോളെ പറ്റിയേ? എന്താ മോളെ, എന്താ പറ്റിയത്? അമ്മേനെ അമ്മ പാവല്ലേ, അമ്മ ചത്തുപോകൂലേ? എന്നെ അമ്മേനെ അപ്പയ്ക്ക് വേണ്ടേ? അപ്പ കള്ളു കുടിച്ച ചീത്തയാ, എനിക്ക് ഇഷ്ടമല്ല. പോ. അപ്പൊ പിന്നെ ഇതെന്താ? കൈ മുറിച്ചതാ? എനിക്കൊരു ഓർമ്മയില്ല.
ഇനി എന്നെ കൂടെ ജീവിച്ചാ കൊന്നുകളയും. ആ പാപം തനിക്ക് വേണ്ട. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ചത്തോളാം. എനിക്കത് ഓർമ്മയില്ല. എല്ലാം അറിയാൻ വേണ്ടിട്ടല്ലേ മോളെ ഞാൻ കുടിച്ചത്. എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലാഞ്ഞിട്ടല്ലേ താൻ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ? ഈ കുഞ്ഞിനെ ഓർത്ത ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നേ. തന്നെ വിശ്വസിച്ചു വന്ന എനിക്കിത് തന്നെ വേണം. എനിക്കെല്ലാം മനസ്സിലായി മോളെ. സത്യമായിട്ട് ഇനി ഞാൻ കുടിക്കില്ല മോളെ. കൊച്ചിനാണ് നിന്നാണ് സത്യം മോളെ. ഇനി ഞാൻ കുടിക്കില്ല. ഈ ജീവിതത്തിൽ ഞാൻ കുടിക്കില്ല. സത്യം. ഞാൻ നിന്റെ കാല് പിടിക്കാം മോളെ. ഇതിന്റെ കാല് പിടിച്ചു പറഞ്ഞു. ഇനി ഞാൻ കുടിക്കൂല. ഇനി ഞാൻ കുടിക്കൂല. കുടിക്കൂല. ഇനി ഞാൻ കുടിക്കൂല. ഇനി കുടിക്കൂല. മനസ്സിലാക്കുക. ഞാൻ കുടിക്കൂല. कैच स्टिक होने में है हैप्पीनेस, पर नूडल स्टिक होने में ജ്യോതി, ജ്യോതി. അപ്പനെ നോക്കി. സ്വാമിയേ ശരണമയ്യപ്പ. ജോ ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്ന ജ്യോതി, ഞാൻ കുടി നിർത്തി. പറഞ്ഞാ നീ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ പഴയതുപോലെ എനിക്കിനി കുടിക്കാൻ പറ്റില്ല. കുടിച്ചു കുടിച്ച് മരിക്കാൻ എനിക്കിനി വയ്യ ജ്യോതി. എനിക്ക് ജീവിക്കണം നിന്റെയും കൊച്ചിന്റെയും കൂടെ ഒരുമിച്ച്. അതിൻ്റെ തുടക്കമാണ് ഈ ശബരിമല യാത്ര. ഇനി മുതൽ ഞാനൊരു നല്ല മനുഷ്യനായിരിക്കും. ആൽക്കഹോൾ ഇല്ലാത്ത നല്ല മനുഷ്യൻ. ഇല്ല മോളെ? ചേട്ടനിരിക്കെ, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ഡാ, അളിയന്റെ കുടി നിർത്താൻ ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ നീ ഒന്ന് സഹായിക്കണം. ചേച്ചി ഡോസ് കൂടിയതാ. കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടാ, ഇല്ലെങ്കിൽ അളിയെ തട്ടിപ്പോയേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാടാ. ആ നോക്കിയാ മതി. ആ ചേച്ചി, അളിയനെ കണ്ടാർന്നിട്ടാ, ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ചേച്ചിയുടെ കയ്യിലാണ്ടാ. മോളെ, അപ്പന്റെ കുടി നമുക്ക് നിർത്തണ്ടേ? അമ്മ പറയണ പോലെ ചെയ്യുവോ? അപ്പന്റെ കൂടെ നിർത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം? നല്ല കുട്ടി കേട്ടോ. ഇതും കൂടെ പൊട്ടിക്ക്. ഇത് പൊട്ടിച്ചാൽ നാളെ കറി വെക്കാൻ എന്ത് ചെയ്യും നമ്മള്?
അവളുടെ കുടി നിർത്താനല്ലേ. എന്റെ അമ്മേ, എന്ത് വെയിറ്റ് ആണ് അപ്പയ്ക്ക്. തുടങ്ങാം. അമ്മേ, എനിക്കമ്മേ. ആ ചായ എത്തിയല്ല. ഈശ്വര, ഇതിനും അതേ കളറും. സ്വാമിയേ ശരണമയ്യപ്പ. ഇത് എൻ്റെ കുടുംബമാണ്. വളരെ സന്തോഷത്തിൽ പോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഒരു അസുഖമായിരുന്നു. ആ അസുഖം എൻ്റെ വീട്ടിൽ മാത്രമല്ല, മിക്കവരുടെയും വീട്ടിലുണ്ടായിരുന്നു. ആ അസുഖത്തിനുള്ള മരുന്നും അവരുടെ കയ്യിൽ തന്നെയായിരുന്നു. എന്തസുഖമാണെന്നല്ലേ? മദ്യപാനം. അത് ആരോഗ്യത്തിനും ജീവിതത്തിനും ഹാനികരം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം.